السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഇന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ്. ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്തിനുണ്ട്. മഹാന്മാരായ മുൻകടന്ന ഔലിയാക്കൾ മഹത്തുക്കൾ പതിവായി ഓതിയിരുന്ന ഒരു സൂറത്താണിത്. ഈ സൂറത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ദുനിയാവിൽ കഷ്ടതകൾ പരീക്ഷണങ്ങൾ അനുഭവിക്കാത്തതായി ആരുമില്ല. എല്ലാ മനുഷ്യരും കഷ്ടതകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നേരിടും. അത് അള്ളാഹു നൽകുന്നതാണ്. ചിലർക്ക് ശിക്ഷയായി നൽകും, ചിലർക്ക് അത് പരീക്ഷണമായി നൽകും. മുഅ്മിനീങ്ങൾക്ക് ഏതു തരത്തിലായാലും അത് ഒരു അനുഗ്രഹമാണ്. അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിപത്ത് നമുക്ക് വന്നു ചേർന്നാൽ ആ സമയത്ത് നമുക്ക് വലിയ പ്രയാസമൊക്കെ തോന്നും. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാകും അത് അന്ന് അങ്ങനെ സംഭവിച്ചത് വളരെ നന്നായി, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. മുഅ്മിനീങ്ങൾ നേരായ വഴിയിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ നേരായ വഴിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകിയേക്കാം. ആ സമയത്ത് പതറാതെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർക്ക് വലിയ സന്തോഷമാണ്. അള്ളാഹുവിന് അത് വലിയ ഇഷ്ടവുമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. പക്ഷേ ആ തെറ്റ് ചെയ്തിട്ട് അവൻ ആർക്കാണോ അതിൽ പശ്ചാത്താപം, തെറ്റ് ചെയ്തു പോയി എന്ന വിഷമം എന്ന് ആർക്കാണോ ഉള്ളത് അവരാണ് മുഅ്മിനീങ്ങൾ എന്നാണ് പറഞ്ഞത്. തെറ്റ് ചെയ്യാത്തവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെയാണ്. അത് വേറൊരു വിഭാഗമാണ്. സാധാരണ നമ്മെപ്പോലുള്ള മനുഷ്യന്മാർ തെറ്റ് ചെയ്യും. പക്ഷെ തെറ്റ് ചെയ്ത് അതിൽ യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ നടക്കുന്നവർ അവർ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു അവരെ ഒഴിവാക്കി എന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. മറിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ളവരാണെങ്കിൽ തെറ്റ് ചെയ്യുന്നതോടുകൂടെ പരീക്ഷണങ്ങൾ ഇറങ്ങും. അത് നമ്മെ നന്നാക്കുവാൻ വേണ്ടിയാണ്. പിന്നീട് അത് നമുക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ സൂറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതൊരു പ്രയാസമാണോ നമ്മൾ അനുഭവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക, ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. രോഗം, സമ്പത്തില്ലായ്മ, കടം, ദുഃഖം, വിഷമം, അങ്ങനെ ഏത് പ്രയാസം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണത്തിൽ ആണ് നാം ഉള്ളതെന്ന് കരുതുക. ആ സമയത്ത് ഒരാൾ നിരന്തരമായി അല്ലെങ്കിൽ ദിവസം ഒരു തവണയെങ്കിലും ഈ സൂറത്ത് കൃത്യമായി ഓതി വന്നാൽ ഏതൊരു പരീക്ഷണമാണോ അയാൾ അനുഭവിക്കുന്നത് അത് അള്ളാഹു ഉയർത്തിക്കളയും. ഇത് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിനെ പറ്റി പറഞ്ഞത്? ആരെങ്കിലും ഈ സൂറത്ത് നിത്യമായി പാരായണം ചെയ്താൽ അവൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ പ്രയാസങ്ങളും അള്ളാഹു ഉയർത്തിക്കളയും എന്നാണ്. ദുനിയാവിലെ മാത്രമല്ല, നാളെ ആഖിറത്തിൽ നാം എന്തെങ്കിലും പ്രയാസം അനുഭവിക്കാൻ പോകുന്നുവെങ്കിൽ അത് ഈ സൂറത്ത് ദിവസം ഓതുന്നതിനെ തുടർന്ന് അത് കാരണമായി അള്ളാഹു ഉയർത്തിക്കളയും. കടം കൊണ്ട് നാം വളരെ പരീക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് നിത്യമായി ഓതുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത് അള്ളാഹു ഉയർത്തിക്കളയും. രോഗമാണെങ്കിൽ രോഗം അള്ളാഹു ഉയർത്തിക്കളയും. ഇനി വേറെ വല്ല പരീക്ഷണവുമാണെങ്കിൽ അത് അള്ളാഹു നിന്നിൽ നിന്നും എടുത്തു മാറ്റും, സന്തോഷം നൽകും ഇൻഷാ അല്ലാഹ്. ഏതൊരു പ്രയാസം വരുമ്പോഴും നാം അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. മറ്റൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ പോകുന്നവർ പരാജയപ്പെട്ടു. അള്ളാഹുവിലേക്ക് തിരിയുക. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അടുത്ത് പോകുന്നതാകട്ടെ, മുഅ്മിനീങ്ങളുടെ അടുത്ത് പോകുന്നതാകട്ടെ, അതെല്ലാം അള്ളാഹുവിലേക്ക് തിരിയുന്നത് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് മറിച്ച് മറ്റ് വിഭാഗങ്ങളുടെ അടുത്ത് പോവുകയും അതൊന്നും ചെയ്യാൻ പാടില്ല ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചെയ്താൽ അള്ളാഹു നമ്മൾ ഒഴിവാക്കുന്നതാണ്. അള്ളാഹു ആകട്ടെ, ആമീൻ. അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് ദിവസവും പാരായണം ചെയ്യുക. ദുനിയാവിലൊരു പ്രയാസമില്ലാത്തവർ പിന്നെ നാളെ ആഖിറത്തിലെ പ്രയാസം വരുവാൻ വേണ്ടി ഈ സൂറത്ത് ഓതുക. ധാരാളം നേട്ടങ്ങളുണ്ട്, ഒന്നും രണ്ടുമല്ല പറഞ്ഞാൽ തീരില്ല. അങ്ങനത്തെ നേട്ടങ്ങളുള്ളൊരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. നമുക്കറിയാം സൂറത്തുൽ മുസമ്മിൽ എന്ന സൂറത്ത്. ഈ സൂറത്ത് നിത്യവും പാരായണം ചെയ്യുക ഇൻഷാ അല്ലാഹ്. ചെറിയ സൂറത്താണ്, 5 മിനിറ്റ് വേണ്ട ഓതാൻ.
ഓതുക, ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഈ ഒരു അറിവ് നിങ്ങൾ സ്നേഹിക്കുന്നവരിലേക്ക് എത്തിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.